നാഗകന്യക 3യുടെ എപ്പിസോഡ് 12ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം ACP വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ വലിയ നാഗത്തിനെ കാണുന്ന ACPക്ക് ബേലയെ കുറിച്ച് അനു പറഞ്ഞ ഡൗട്ട്സ് ഓർമ്മ വരികയാണ്. മറുവശത്ത് അനു കുഹുവിനെ ഫോണിൽ വിളിച്ചിട്ട് ജാമിനിയുടെ റൂം സെർച്ച് ചെയ്ത് നോക്കാൻ പറയുകയാണ്. ജാമിനിയുടെ റൂമിൽ കുഹുവും ആർജയും ബുൾട്ടുവും സെർച്ച് ചെയ്യുന്നതിനിടയിൽ ആദിയെ മറച്ചു വെച്ചിരിക്കുന്ന ബോക്സ് താഴെ വീഴുകയാണ്. അപ്പോൾ ബോക്സിന്റെ അകത്തുള്ള ആദി പുറത്തു വരികയും ചെയ്യുന്നു. ആദ്യ ആർജയെയും കുഹുവിനെയും വിളിക്കുകയാണ്. പക്ഷെ അവർക്ക് ആദിയുടെ സൗണ്ട് കേൾക്കാൻ കഴിയുന്നില്ല. ഈ സമയം അവിടെ വരുന്ന ജാമിനി അവരാരും കാണാതെ ആദിയെ കയ്യിലെടുക്കുകയും പുറകിലായി കൈമറിച്ചു വെക്കുകയും ചെയ്യുന്നു. കാലുവേദനയുള്ളത് കൊണ്ട് റെസ്റ്റ് എടുക്കാൻ വന്നതാണെന്ന് ജാമിനി പറയുമ്പോൾ ഇന്റർനെറ്റ് ഈ റൂമിൽ കിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ വന്നതെന്ന് ആർജെ പറയുന്ന സമയം അവിടെ റിഹാനും ബേലയും മഹിയും വരുന്നു. അവരെ കാണുന്ന കുഹു ഉറങ്ങാനുള്ള സമയമായി എന്ന് പറഞ്ഞ് ആർജയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അവരുടെ കൂടെ ബുൾട്ടുവും പോകുന്നു. ശേഷം റിഹാനോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ബേലയും അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം മഹി ശ്രദ്ധിക്കുന്നുണ്ട്. മഹിയോട് റിഹാൻ നല്ലൊരു മെമ്മറബിൾ പാർട്ടി തന്നതിന് താങ്ക്സ് പറയുകയാണ്. അത് കേൾക്കുന്ന മഹി അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് സൈകളും സുമിത്രയും കൂടി ഒരു ബിസിനസ് ഡീല് സംസാരിച്ച് പുറത്തു വരുമ്പോൾ അവരുടെ കാറിന്റെ അടുത്ത് ACP നിൽക്കുന്നത് അവർ കാണുകയാണ്. അവരെ കാണുന്ന ACP അവരോട് നിങ്ങളുടെ മകനായ യുവിയെ കാണാതായിട്ട് ഇത്രയും ദിവസമേ ആയുള്ളൂ, അപ്പോഴേക്ക് നിങ്ങൾ പാർട്ടികൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന സൈകൾ യുവിയുടെ എക്സ് ഗേൾ ഫ്രണ്ടായ റാവിയുടെ കൂടെ ന്യൂസിലാൻഡിൽ പോയിരിക്കുകയാണെന്നും യുവി ഇതുപോലെ മുമ്പും പോയിട്ടുണ്ടെന്നും പറഞ്ഞ് സൈകളും സുമിത്രയും അവിടെ നിന്ന് പോകുന്നു. ഈ സമയം റിഹാൻ കാണാതെ കയ്യിലിരിക്കുന്ന ആദിയെ ജാമിനി ബോക്സിന്റെ അകത്താക്കുകയാണ്. എന്നിട്ട് ജാമിനി റിഹാനോട് റൊമാൻറ്റിക്കായും പ്രണയത്തോടെയും സംസാരിക്കുകയാണ്. അത് കാണുന്ന റിഹാൻ ജാമിനിയുമായി മ്യൂസിക് ഇട്ട് ഡാൻസ് ചെയ്യുകയാണ്. മറുവശത്ത് റൂമിൽ പോകുന്ന ബേലയോട് മഹി റിഹാനുമായി എന്താണ് ബന്ധമെന്നും ഞാനുമായുള്ള വിവാഹത്തിന് എടുത്തു ചാടി സമ്മതിച്ചതിന് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബേല മഹിയോട് റിഹാനുമായി ഒരു ബന്ധവുമില്ല എന്നും യുവിയെ കുറിച്ച് അറിയാവുന്ന അത്ര പോലും എനിക്ക് റിഹാനെ കുറിച്ച് അറിയില്ല എന്നും ഇനി ഇങ്ങനെ ഒന്നും എന്നോട് ചോദിക്കരുതെന്നും പറഞ്ഞ് ബേല പോകാൻ തുടങ്ങുന്നത് കാണുന്ന മഹിക്ക് ദേഷ്യം വരികയും മഹി ബേലയെ ബലം പ്രയോഗിച്ച് പിടിച്ചു നിർത്തുകയും ബേലയോട് നാളെ രാവിലെ വരെ സമയം തരാം, കറക്റ്റ് മറുപടി എനിക്ക് രാവിലെ വേണമെന്നും അതുവരെ ആലോചിക്കാൻ സമയമുണ്ടെന്നും ഒഴിഞ്ഞു മാറാൻ ഞാൻ റെഡിയാണെന്നും പറഞ്ഞിട്ട് മഹി അവിടെ നിന്നും പോവുകയാണ്. മഹി എന്തിനാണ് ഇങ്ങനെയെല്ലാം ചോദിക്കുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചു നിൽക്കുകയാണ് ബേല. മറുവശത്ത് ജാമിനി ഒത്തിരി അടുത്ത് പെരുമാറുന്നത് കണ്ട് റിഹാൻ ഒഴിവാകാൻ ശ്രമിക്കുന്നത് കാണുന്ന ജാമിനി റിഹാന് ബേലയാണ് ഇഷ്ടമെന്നും ഫുഡ് കഴിക്കുന്ന സമയത്ത് ബേലയെ കെയർ ചെയ്യുന്നതെല്ലാം ജാമിനി ശ്രദ്ധിച്ചു എന്നും തിരിച്ചു വന്ന റിഹാൻ എന്റെ പഴയ റിഹാൻ അല്ല എന്നൊക്കെ പറഞ്ഞ് ജാമിനി വിഷമിച്ച് പിണങ്ങി നിൽക്കുന്നത് കാണുന്ന റിഹാൻ ജാമിനിയോട് ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ്, നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ എല്ലാം മാറും, ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് റിഹാൻ അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ബേലയുടെ അടുത്ത് പോകുന്ന റിഹാൻ വിശാഖയായി മാറുന്നു. വിശാഖ ബേലയോട് ജാമിനിയുടെ മനസ്സിലുണ്ടായ ഡൗട്ട്സ് പറയുകയാണ്. പക്ഷെ ബേല മഹി പറഞ്ഞതൊന്നും വിശാഖയോട് പറയുന്നില്ല. എങ്ങനെയെങ്കിലും ജാമിനിയുടെ രഹസ്യം അറിയണമെന്ന് പറഞ്ഞ് ബേല വിശാഖയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അടുത്ത സീനിൽ ബേലയ്ക്ക് കൊടുക്കാൻ ചായയുമായി വരികയാണ് ജാമിനി. ജാമിനിയുടെ സ്നേഹം കണ്ട് ഡൗട്ട് തോന്നുന്ന ബേല ജാമിനി കൊണ്ടുവന്ന ചായ കപ്പ് ജാമിനി കാണാതെ മാറ്റുകയാണ്. ഇതെല്ലാം ജാമിനി കാണുന്നുണ്ട്. ആ ചായയിലും ഡൗട്ട് തോന്നുന്ന ബേല ജാമിനി കാണാതെ ആ കപ്പിലെ ചായ കളയുകയാണ്. ബേല ചായ കുടിക്കുമ്പോൾ ബേലയുടെ ബോധം പോകും. അപ്പോൾ ബേലയെ എടുത്തുകൊണ്ട് ജാമിനി അവിടെ നിന്ന് പോകും. ഇതായിരുന്നു ജാമിനിയുടെ പ്ലാൻ. പക്ഷേ മഹി അവിടെ വന്ന് ബേലയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് മഹി ബേലയോട് തീരുമാനം എന്തായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന സുമിത്ര അന്നദാനം നടത്താനുള്ള സാധനങ്ങൾ വാങ്ങിയ ലിസ്റ്റ് എടുക്കണം, ബേലയുടെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് സുമിത്ര ബേലയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ബേലയുടെ മറുപടി കിട്ടാത്തതിൽ കൺഫ്യൂഷനിൽ നിൽക്കുന്ന മഹി അവരുടെ പുറകെ പോയിട്ട് ബേലയെ വിളിക്കുകയാണ്. ബേല ലിസ്റ്റ് റെഡിയാക്കുന്ന തിരക്കിൽ നിൽക്കുന്നത് കാണുന്ന മഹി ബേലയുടെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് നിർബന്ധിച്ച് ബേലയെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. മഹി ബേലയെ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സുമിത്ര. ശേഷം മഹി ബേലയോട് ഇന്നലെ ചോദിച്ചതിനുള്ള മറുപടി പറയാൻ പറയുകയാണ്. അത് കേട്ട് ഒന്നും പറയാതെ ബേല നിൽക്കുന്നത് കാണുന്ന മഹി വീണ്ടും വീണ്ടും റിഹാനുമായി ബേലയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബേല ഒരു ബന്ധവുമില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. നിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എങ്കിൽ എന്റെ തീരുമാനം എല്ലാവരോടും അറിയിക്കാമെന്നും പറഞ്ഞ് മഹി അവിടെ നിന്നും പോവുകയാണ്. മഹി എടുത്ത തീരുമാനം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ബേല. അടുത്ത സീനിൽ മഹി എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് മഹി റിഹാന്റെയും ജാമിനിയുടെയും വിവാഹം അനൗൺസ് ചെയ്യുകയാണ്. അത് കേട്ട് റിഹാനും ബേലയും ഞെട്ടി നിൽക്കുകയാണ്. മഹിയുടെ തീരുമാനം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ജാമിനി റിഹാന്റെ പേരൻസിന്റെ ആശീർവാദം വാങ്ങുകയാണ്. സുമിത്ര റിഹാന്റെ വെഡിങ്ങും ബാക്കി എല്ലാ ചടങ്ങുകളും അവിടെ വെച്ച് നടത്താമെന്ന് പറയുകയാണ്. അതെല്ലാം ശേഖറും വൈഫും സമ്മതിക്കുകയാണ്. ബേല റിഹാന്റെ അടുത്ത് പോയിട്ട് പുറകെ വരാൻ പറയുകയാണ്. എന്നിട്ട് ബേല അവിടെ നിന്ന് പോകുന്നു. പുറകെ റിഹാനും പോകുന്നു. ഇതെല്ലാം കാണുന്ന മഹി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ശേഷം ബേല വിശാഖയോട് ജാമിനിയെ കുറിച്ചുള്ള
രഹസ്യം ഞാൻ കണ്ടുപിടിക്കാമെന്നും നീ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന റിഹാൻ അവിടെ നിന്ന് പോകുന്നു. ശേഷം അവിടെ നിന്ന് പോകുന്ന ബേലയെ കാണുന്ന മഹി ബേലയോട് നേരത്തെ എടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മഹി ഫാമിലിയോട് പറയാമെന്നും ഈ വിവാഹം സ്റ്റോപ്പ് ചെയ്യാമെന്നും പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ബേല മഹിയോട് നന്നായി ആലോചിച്ച് മാത്രമേ ഞാൻ തീരുമാനം എടുക്കുകയുള്ളൂ, തീരുമാനം എടുത്തിട്ട് ഞാൻ ആലോചിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ബേല അവിടെ നിന്ന് പോവുകയാണ്. മറുവശത്ത് റിഹാനോട് ബാച്ചിലർ പാർട്ടിയുടെ കാര്യം പറയുകയാണ് ആർച്ചയും ദക്ഷും. അത് കേട്ട് പേടിച്ചിരിക്കുകയാണ് റിഹാനെ അവർ നിർബന്ധിക്കുമ്പോൾ ദേഷ്യം വരുന്ന റിഹാൻ പാർട്ടിക്ക് വരുന്നില്ല എന്ന് വയലന്റായി പറയുകയാണ്. അത് കേട്ട് അവർ 3 പേർ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ജാമിനിയുടെ റൂമിൽ പോകുന്ന ബേല ജാമിനിക്ക് വേണ്ടി മഞ്ഞൾപ്പൊടിയുമായാണ് അവിടേക്ക് പോകുന്നത്. ബേല റൂമിൽ എല്ലായിടത്തും ജാമിനിയെ നോക്കുകയാണ്. ജാമിനി റൂമിൽ ഇല്ലെന്ന് മനസ്സിലാക്കുന്ന ബേല റൂം സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ബേല റൂമിൽ വന്നത് അറിയുന്ന ആദി സൗണ്ട് ഉണ്ടാക്കുമെങ്കിലും ബേല അത് കേൾക്കുന്നില്ല. ഈ സമയം അവിടേക്ക് ജാമിനി വരുന്നു. ജാമിനി പെട്ടെന്ന് കയറി വന്നതുകൊണ്ട് പേടിക്കുന്ന ബേലയുടെ കൈതട്ടി മഞ്ഞപ്പൊടി തറയിൽ വീഴുകയാണ്. കൈതട്ടി അറിയാതെ മഞ്ഞപ്പൊടി വീണതാണെന്ന് പറഞ്ഞ് ബേല മഞ്ഞപ്പൊടി മാറ്റാൻ ശ്രമിക്കുന്ന സമയം ജാമിനി പറന്ന് ബേലയുടെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് ജാമിനി അടുത്ത് കാണുന്ന ബേല വേറെ മഞ്ഞൾപ്പൊടി എടുത്തു വരാമെന്ന് പറഞ്ഞ് ബേല പോകാൻ തുടങ്ങുമ്പോഴാണ് ബേല തറയിൽ കിടക്കുന്ന മഞ്ഞൾപ്പൊടി ശ്രദ്ധിക്കുന്നത്. മഞ്ഞൾപ്പൊടിയിൽ ജാമിനിയുടെ കാൽപ്പാട് കാണാത്തതിൽ ഡൗട്ട് തോന്നുന്ന ബേല ചെക്ക് ചെയ്യാൻ വേണ്ടി ജാമിനിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഈ കാര്യം മനസ്സിലാക്കുന്ന ജാമിനിയുടെ കാല് ബേലയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ജാമിനി പറന്ന് നിൽക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ബേല. ജാമിനി ബേലയോട് ജാമിനി ആരാണെന്നുള്ള സത്യം പറയുകയാണ്. എന്നിട്ട് ജാമിനി അവിടെ നിന്ന് പറന്ന് പുറത്തേക്ക് പോവുകയും ജാമിനി രക്ഷസിന്റെ യഥാർത്ഥ രൂപം ബേലയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ബേല അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ബേല നാഗറാണിയാണെന്ന് ജാമിനിക്ക് അറിയാമെന്നും ജാമിനിയുടെ കാര്യം ബേല ആരോടെങ്കിലും പറഞ്ഞാൽ ബേല നാഗമാണെന്നുള്ള കാര്യം ജാമിനി എല്ലാവരോടും പറയുമെന്നും പറയുകയാണ്. ആ സമയം അവിടെ സുമിത്ര വരുന്നു. സുമിത്ര തറയിൽ കിടക്കുന്ന മഞ്ഞൾപ്പൊടി കണ്ട് ഞെട്ടി നിൽക്കുന്ന സമയം അവിടെ ജാമിനി വരുന്നു. ജാമിനി നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അത് കേൾക്കുന്ന സുമിത്ര ജാമിനിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം റിഹാന്റെ അടുത്ത് വരുന്ന ദക്ഷും ബുൾട്ടുവും റിഹാനെ വിളിച്ചുകൊണ്ട് ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. റിഹാൻ പോകുന്നത് കാണുന്ന ബേല റിഹാനെ കൈ കാണിച്ച് വിളിക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം റിഹാന്റെ പുറകെ വരുന്ന മഹി കാണുന്നു. മഹി കണ്ടു എന്ന് അറിയുന്ന ബേല എങ്ങനെയെങ്കിലും ജാമിനി ആരാണെന്നുള്ള കാര്യം വിശാഖയെ അറിയിക്കണമെന്നും പറഞ്ഞ് ബേല അവിടെ നിന്ന് പോവുകയാണ്. മറുവശത്ത് സുമിത്രയുടെ കൂടെ പോകുന്ന ജാമിനി സുമിത്ര കാണാതെ ACPയെ വിളിച്ച് റാവിയെ കുറിച്ച് അന്വേഷിക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ACPക്ക് ഡൗട്ട് തോന്നുകയും ACP റാവിയെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുകയാണ്. അടുത്ത സീന് റിഹാന്റെയും ജാമിനിയുടെയും ചടങ്ങ് നടക്കുകയാണ്. എല്ലാവരും അവർക്ക് 2 പേർക്കും മഞ്ഞളിട്ട് കൊടുക്കുകയാണ്. സുമിത്ര ബേലയെ വിളിച്ച് മഞ്ഞളിട്ട് കൊടുക്കാൻ പറയുമ്പോൾ ബേല ജാമിനിക്കും പിന്നെ റിഹാനും മഞ്ഞളിട്ട് കൊടുക്കുകയാണ്. റിഹാന് മഞ്ഞളിട്ട് കൊടുക്കുമ്പോൾ ബേല റിഹാനോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ബേല മഞ്ഞള് റിഹാന്റെ കണ്ണിൽ തേച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം മഹി ശ്രദ്ധിക്കുകയാണ്. കണ്ണ് വേദനിക്കുന്ന റിഹാനെ ബേല മരുന്നൊഴിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതെല്ലാം കാണുന്ന മഹി വിഷമത്തോടെ നിൽക്കുകയാണ്. ശേഷം റൂമിൽ പോകുന്ന റിഹാൻ വിശാഖയായി മാറുന്നു. ബേല വിശാഖയോട് ജാമിനിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അതെല്ലാം കേട്ട് പേടിക്കുന്ന വിശാഖ രക്ഷസിന് നാഗങ്ങളെ കൺട്രോൾ ചെയ്ത് നാഗങ്ങളുടെ ശക്തികൾ എടുക്കാൻ കഴിയുമെന്നും അവളെ വിവാഹം കഴിച്ചാൽ എന്റെ ശക്തികൾ അവൾ എടുക്കുമെന്നും പറഞ്ഞ് പേടിച്ചു നിൽക്കുകയാണ് വിശാഖ. ആ സമയം ഡോർ തുറന്ന് മഹി അവിടെ വരുന്നു. റൂമിന്റെ അകത്ത് കയറുന്ന മഹി കാണുന്നത് റിഹാൻ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതാണ്. ടെൻഷനോടെ മഹി ബേലയുണ്ടോ എന്ന് ആ റൂമിൽ നോക്കുകയാണ്. മഹി റൂമിൽ കയറുന്നതിന് മുമ്പ് തന്നെ ബേല നാഗമായി മാറി അവിടെ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. ബേലയെ അവിടെ കാണാത്ത മഹി സമാധാനത്തോടെ നിൽക്കുകയാണ്. പുറത്തു പോകുന്ന നാഗം ബേലയായി മാറുന്നത് ആരോ വീഡിയോ എടുക്കുകയാണ്. ഇതേ സമയം ആ റൂമിന്റെ പുറത്ത് നിൽക്കുന്ന ജാമിനിക്ക് വിശാഖയാണ് റിഹാനായി രൂപം മാറിയതെന്ന് മനസ്സിലാവുകയാണ്. ബേല രൂപം മാറുന്നത് വീഡിയോ എടുത്തത് ജാമിനിയാണ്. വിശാഖയെയും ബേലയെയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ജാമിനി ആ വീഡിയോ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത്. അടുത്ത സീനിൽ റാവിയെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ACPക്ക് കിട്ടുകയാണ്. ആ സമയം അവിടേക്ക് അനു വരുന്നു. അനു റാവിയെ കുറിച്ച് അന്വേഷിക്കാൻ ACPയോട് പറയുകയാണ്. അത് കേൾക്കുന്ന ACP റാവി ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നും റാവിയുടെ ഫാദർ ആണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്നും ബേലയുടെ വിവാഹത്തിന്റെ 2 ദിവസത്തിന് ശേഷമാണ് റാവിയുടെ ഫാദർ റാവിയെ കണ്ടുപിടിച്ചതെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന അനു ഡൗട്ടോടെ നിൽക്കുകയാണ്. ആരായിരിക്കും ഫോണിൽ വിളിച്ച് റാവിയെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞതെന്ന് ആലോചിച്ചിരിക്കുകയാണ് ACP. ഖാന്റെയും ജാമിനിയുടെയും വിവാഹം നടക്കുമോ, ജാമിനി ആരാണെന്ന് ബേലയ്ക്ക് എല്ലാവരെയും അറിയിക്കാൻ കഴിയുമോ എന്നൊക്കെ അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്